ഇത് അമ്പലവും പള്ളിയൊന്നും അല്ല തൊട്ട് നമസ്കരിക്കാൻ. ചെരുപ്പല്ലായിട്ട് കയറിക്കോ. വാ. ഇതാണ് ശംഭു മഹാരാജാവിന്റെ കൊട്ടാരം. നീ വാ. ഞാൻ പുറത്തേക്ക് പോകുന്നു. തിരിച്ചു വരാൻ അല്പം വൈകും. നീ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്നു. നീ എവിടേക്കാ? അല്പം ബിസിനസ് ഉണ്ട്. രാത്രിയിലോ? നിന്റെ ഗ്രാമത്തിൽ നിനക്ക് ദിവസം തുടങ്ങുന്ന പകലാണ്. ഇവിടെ നഗരത്തിൽ എനിക്ക് ദിവസം തുടങ്ങുന്ന രാത്രിയിലാണ്. നിന്റെ ഉപമ എനിക്ക് മനസ്സിലാവുന്നില്ല. പതുക്കെ മനസ്സിലാവും. തൽക്കാലം ഗുഡ് നൈറ്റ്. നീ ഊണ് കഴിച്ചില്ലേ? നീ വരട്ടെന്ന് കരുതി. ഞാൻ വരുന്നത് വരെ കാത്തിരിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ? ഇതാരാ? ശാന്തി. നിങ്ങളോട് ചോദിച്ചില്ല? ഇതാണ് സ്ത്രീ. ആദത്തിന്റെ അവ, ആന്റണിയുടെ ക്ലിയോപാട്ര, ശംഭുവിന്റെ ശാന്തി. നീ കുടിച്ചിട്ടുണ്ടോ? അതെന്റെ ഈ സ്റ്റൈല് കണ്ടറിഞ്ഞൂടെ? നാറിയിട്ട് വയ്യ, മൂക്കറ്റം കയറ്റിയിട്ടുണ്ട്. നാടേ നാറിക്കിടക്ക, പിന്നല്ലേ കള്ള്. നിന്നോട് ഇപ്പോഴൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോടാ. ഗുഡ് നൈറ്റ്. വാ. നിന്നെ കേട്ടാൻ പോകുന്ന ആള് ഇതറിഞ്ഞാലോ? എങ്ങനെ അറിയാലോ? ബിസിനസ് നടത്താനുള്ള സമയം തന്നെ പുള്ളിക്കാരനില്ല. പിന്നെയല്ലേ ഞാൻ എവിടെ പോകുന്നു എന്ന് തിരക്കാൻ. പിന്നെ കാശുള്ള ഒരുത്തിനെ കിട്ടിയാൽ ഒരു അഡ്രസ് ആകുമല്ലോ എന്ന് കരുതി അയാളോട് അല്പം പ്രേമം അഭിനയിച്ചെന്നേ ഉള്ളൂ. വേടിക്ക്. നിന്നെ പോലുള്ള പെൺകുട്ടികളെ എനിക്കിഷ്ടം. വൈകിട്ട് കാണാം. എന്താ സാറിന് ഇത്ര വലിയൊരു മൗനം? നീ ഇത്രയ്ക്ക് തരംതാഴ്ന്ന ഒരു ആഭാസനാണെന്ന് ഞാൻ കരുതിയില്ല. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയിൽ ജീവിച്ച നിനക്ക് ഇതൊക്കെ വലിയ തെറ്റായി തോന്നാം. പക്ഷെ ഞാൻ വളർന്നത് നഗരത്തിന്റെ ചെളിക്കുണ്ടിലാണ്. അതുകൊണ്ട് 10 വയസ്സിൽ 1-2 വെള്ളിത്തുട്ടുകളും നിന്റെ കഴുത്തിലെ മാലയും കൊണ്ട് നാടുവിട്ട ഞാൻ ഇന്നീ നിലയിലെത്തിയത് എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണെന്ന് നിനക്കറിയാമോ? എന്തിന്? പ്രതികാരം ചെയ്യാൻ. എന്നിട്ട് എന്റെ ശത്രുവിന്റെ ഒരു തുള്ളി കണ്ണുനീരിൽ എന്റെ നെഞ്ചിലെ തീയെല്ലാം നിമിഷം കൊണ്ട് അണഞ്ഞുപോയി. കാരണം ആ നിമിഷം ഞാൻ ആലോചിച്ചു പോയി, അദ്ദേഹം എന്റെ അച്ഛനാണെന്ന്. Now, what have I got to lose? Nothing. Just nothing. ഇപ്പോൾ ജീവിക്കുന്ന നിമിഷത്തെ കുറിച്ച് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. Eat, drink and be merry. തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക. അന്ന് ഒമർ ഖായം ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ശംഭു പറഞ്ഞതായി ലോകം ഇതറിഞ്ഞേനെ. നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. സാരമില്ല. വന്ന വഴികളെ കുറിച്ചോ ഇനി മുന്നോട്ട് പോകാനുള്ള വഴികളെ കുറിച്ച് ആലോചിച്ചാ ഞാൻ ആത്മഹത്യ ചെയ്തു പോകും. കാരണം നേടാനും നഷ്ടപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് ചിരിക്കാം, എന്ത് കണ്ടാലും ചിരിക്കാം, തുള്ളിച്ചാടാം. ഇല്ലെങ്കിൽ ജീവിതത്തിന് എന്ത് ത്രില്ലാണ്ട. ശംഭു ക്ഷമിക്കണം. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പാടുന്ന ജയദേവനെ നിങ്ങൾ അറിയുമല്ലോ. ഇത്രയധികം ആരാധകരുള്ള ഒരു ഗായകൻ ഈ നാട്ടിലില്ല. അയാൾ ഉള്ളത്തോളം കാലം മറ്റൊരാളെ പാടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയല്ല, പ്രേം നന്നായി പാടും.
നന്നായി പാടുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ ജയദേവനുള്ള അത്രയും ആരാധകർ മറ്റാർക്കുമില്ലല്ലോ. മറ്റൊന്നും വിചാരിക്കരുത്. എന്തെങ്കിലും ചാൻസ് വരുമ്പോൾ ഞാൻ അറിയിക്കാം. ശരി, എന്നാ ഇറങ്ങട്ടെ. വരുന്ന 14 ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. മിസ്റ്റർ ജയദേവനാണ് പാടുന്നത്. കൂട്ടുകാരനെയും കൂട്ടി നിർബന്ധമായും വരണം. ഓക്കെ, ശരി. ഓക്കെ. എന്റെ പൊന്നളിയാ, രക്ഷിക്കണം. എന്താ കാര്യം? കാര്യം പറഞ്ഞ നീ ചൂടാവില്ലേ? നീ കാര്യം പറയും. ഓ, ആ വിമൻസ് കോളേജിന്റെ നടയിൽ ഒരു പെണ്ണളിയാ. പെണ്ണെന്ന് വെച്ചാ ഓറഞ്ചിന്റെ അല്ലി പോലത്തെ ചെവികൾ, കണ്ണുകളിൽ മുന്തിരിപ്പഴം, ചുണ്ടുകളിൽ തൊണ്ടിപ്പഴം. ഓ, എനിക്ക് അവളെ ഒന്ന് വളയ്ക്കണം. നിനക്ക് മലക്കറിക്കാരികളെ കിട്ടുള്ളടാ വളയ്ക്കാൻ. മലക്കറി കാര്യമൊന്നുമല്ല, കോളേജ് പഠിക്കുന്ന പെണ്ണ്. ഞാൻ അവളുടെ സൗന്ദര്യം വർണ്ണിച്ചതല്ലേ. എന്നാ പോയി വളയ്ക്കുകയോ ഓടിക്കുകയോ എന്തെങ്കിലും ചെയ്യും. അതിന് ഞാനെന്ത് വേണം? അല്ല, അവളുമായിട്ട് എന്തെങ്കിലും ഒന്ന് പേശണ്ടേ? വേണം. അപ്പോൾ അവൾ തിരിച്ചു വല്ലതും പേശണ്ടേ? ആദ്യം നീ സംസാരിക്കേ. ചുമ്മാ കയറി സംസാരിച്ച ചിലപ്പോ അവളുടെ കൈ എന്റെ കരണക്കുറ്റിക്ക് വരും. പിന്നെന്ത് ചെയ്യും? നീ ആദ്യം അവളുടെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം. തല്ല് എനിക്കായിക്കോട്ടെ അല്ലേ? അയ്യോ, തല്ലുകൊള്ളാത്ത വിത്തൊരു വഴിയുണ്ട്. നീ വാ, ഞാൻ പറഞ്ഞുതരാം. താമസം അവള് പോകും. ചോടാ. ഈശ്വര, രണ്ടിനെ ആരെങ്കിലും ഒന്നോടത്ത് പെരുമാറണേ, അങ്ങനെങ്കിലും നന്നാവട്ടെ. അയ്യോ, അവളാ പാർട്ടി. ചേടാ, എടാ പോടാ. ട്രേസിക്കുട്ടിയല്ലേ? അല്ല, എവിടെയോ കണ്ടു പരിചയമുണ്ട്. പേരോർമ്മയില്ല. ത്രേസിക്കുട്ടിയല്ല, ദേവി. വാസുവേട്ടന്റെ മകളല്ലേ? അല്ല, അച്ഛന്റെ പേര് രാഘവനാ. വീട് കല്ലുപാലത്തിനടുത്തല്ലേ? ഞാൻ ഹോസ്റ്റലിലാ താമസിക്കുന്നത്. പിന്നെ വീട്ടുപേര് മറന്നുപോയി. വട്ടപ്പറമ്പിൽ. അച്ഛൻ ഇപ്പോൾ സിംഗപ്പൂരിലാ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച ആളല്ല. എനിക്ക് ആള് തെറ്റിപ്പോയി, ക്ഷമിക്കണം. നീ ദിവസവും രാവിലെ ചായവും പൂശി ഇറങ്ങുന്നത് പെമ്പിള്ളരെ വളയ്ക്കാനോ അതോ ഓഫീസിൽ പോകാനോ? ഓഫീസ് ജോലി മെയിൻ ബിസിനസ്, പെമ്പിള്ളാരെ വളയ്ക്കുന്നത് സൈഡ് ബിസിനസ്. ഇന്നലത്തെ ഇരേ ഇന്ന് ഞാൻ കുത്തും. സാറേ, സാറൊന്ന് ഉപദേശിച്ചുകൂടെ? ഞാൻ ഉപദേശിച്ച് മടുത്തു. ഒരു രക്ഷയില്ല. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് എന്നെ അറിയില്ല. നീ ഒന്നും അറിയണ്ട, ഒരു ഉപദേശി. ഇതും പോക്ക് തന്നെ. കാണാം. ഹലോ ദേവി, രാഘവ മാവന്റെ മകൾ ദേവിയല്ലേ? അതെ. വട്ടപ്പറമ്പിൽ എല്ലാവർക്കും സുഖമാണോ? അതെ. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ശംഭു. രാഘവ മാവനും എന്റെ അച്ഛനും ഒരുമിച്ചാ സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ അച്ഛന്റെ എഴുത്തിൽ ദേവിയെ വന്ന് കണ്ട് ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിരുന്നു. കണ്ടതിൽ വളരെ സന്തോഷം. കോളേജിലേക്കല്ലേ? ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പേടിക്കണ്ട, അച്ഛൻ വെറുതെ കാണാൻ പറഞ്ഞല്ല, പെണ്ണ് കാണാൻ പറഞ്ഞ. എങ്ങനെയോ? ഇവിടെ വെച്ചോ? അച്ഛനമ്മമാരും ഒത്ത് കുടുംബത്തിൽ വന്ന് കാണുന്നതും ഇങ്ങനെ കാണുന്നതും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. പെണ്ണ് കൊണ്ടുവരുന്ന ഒരു കപ്പ് കാപ്പി. ആ ചടങ്ങ് നല്ലൊരു റെസ്റ്റോറന്റിൽ പോയി തീർത്തേളെ. പ്ലീസ്.